മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടരുന്നതിനിടെ കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ഇന്ന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ചേരും. ഹൈക്കമാൻഡ് നിയോഗിച്ച AICC നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം നടക്കുക. MLA-മാരിൽ നിന്നും നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷം ഇന്ന് AICC നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങും. തിരുവനന്തപുരത്ത് ഷബീദ് റാവുത്തറും സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് വി ദിലീപ് കുമാറും ചേരുന്നു. ആദ്യം തിരുവനന്തപുരത്തേക്ക്. ഗുഡ് മോർണിംഗ് ദിലീപ് കുമാർ ആൻഡ് ഷബീദ് റാവുത്തർ. ഷബീദ്, ശരിക്കും ഈ നിരീക്ഷകരുടെ മുന്നിൽ എന്തൊക്കെയാണ് ഏറ്റവും വലിയ വെല്ലുവിളികൾ? സ്വാഭാവികമായും കോൺഗ്രസിനെ സംബന്ധിച്ചും അതേപോലെ കേരളത്തെ സംബന്ധിച്ചും വളരെ ആകാംക്ഷയുള്ള ഒരു ദിവസമാണ്. കാരണം കോൺഗ്രസിലെ മുഖ്യമന്ത്രി ആര് എന്ന് തീരുമാനിക്കുന്നതിൽ ഏറ്റവും നിർണായകമായി മാറുക ഇന്നത്തെ ദിവസമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എത്രത്തോളമാണ് നേതാക്കൾ തമ്മിലുള്ള ചരടുവലി, അതേപോലെ തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള ആഹ്വാന പ്രകടനങ്ങൾ എന്നുള്ള കാര്യം കാണാൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഇന്ദിരാഭവനിലേക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചാൽ മതി. ഞാൻ നിൽക്കുന്ന ഈ പ്രധാന ഭാഗത്ത് നമുക്ക് ഒരു കോമൺ ഫ്ലെക്സ് കാണാൻ സാധിക്കും. നമ്മുടെ സർക്കാർ അധികാരത്തിലേക്കെന്നൊക്കെ പറയുന്ന KC വേണുഗോപാലും VD സതീശനും രമേശ് ചെന്നിത്തലയും സണ്ണി ജോസഫും ഒക്കെ ഉള്ളത്. പക്ഷേ ഇവിടെ നിന്ന് ഒരു 5 മീറ്റർ, അതായത് ഇന്ദിരാഭവനിലെ ഗേറ്റിന്റെ മറു സൈഡിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ വളരെ രസകരമായ മറ്റൊരു കാഴ്ച കൂടി കാണാൻ സാധിക്കും. അതായത് ഒറ്റക്കെട്ടേക്കുള്ള ഫ്ലെക്സുകൾ, അതും പ്രത്യേകിച്ച് AICC നിരീക്ഷകർ കാണണം എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതിൽ ഏറ്റവും പ്രധാനമാണ് നമ്മൾ ഈ കാണുന്ന ഈ ഫ്ലെക്സ് എന്നുള്ളത്. അതായത് ഈ ഫ്ലെക്സിൽ KC വേണുഗോപാലിന് വേണ്ടിയുള്ള ഫ്ലെക്സ് ആണ്. We want KC, വാം വെൽക്കം ലീഡർ എന്നുള്ളൊരു ഫ്ലെക്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതേപോലെയുള്ള ഫ്ലെക്സുകൾ ഈ സ്വാഭാവികമായും ഈ പറയുന്ന AICC നിരീക്ഷകർ ഇറങ്ങി വരുമ്പോൾ അവർക്ക് കാണാൻ പാകത്തിലൊക്കെ തന്നെ അത് സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ റോഡിന് മറുഭാഗത്തും നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പേരിൽ മറ്റൊരു ഫ്ലെക്സ് കാണാൻ സാധിക്കും. അതിലെഴുതിയിരിക്കുന്നത് കുഞ്ഞൂഞ്ഞിന് ശേഷം KC, കേരളത്തിൽ വീണ്ടും നമ്മുടെ മുഖ്യമന്ത്രി എന്ന പേരിൽ KC വേണുഗോപാലിന്റെ മറ്റൊരു ഫ്ലെക്സ് കൂടി കാണാൻ സാധിക്കും. ഇത്തരത്തിൽ ഈ ആളുകൾ, അതായത് ഓരോരുത്തർക്കും വേണ്ടി അവരവർ സ്ഥാപിക്കുന്ന ഫ്ലെക്സുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് KPCC ആസ്ഥാനം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇനി മറ്റു കാര്യത്തിലേക്ക് വന്നാൽ, ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് AICC നിരീക്ഷകരായിട്ടുള്ള മുകുൾ വാസ്നിക്, അതേപോലെ അജയ് മാക്കൻ എന്നിവർ കേരളത്തിലേക്ക് എത്തിയത്. ഇന്ന് 10:30-ക്കാണ് നിയമസഭാ കക്ഷി യോഗം. ഒരുപക്ഷേ അതിന് മുൻപോ അതിന് ശേഷമോ MLA-മാരെ കാണാനുള്ള നീക്കമുണ്ടാകും. ഈ നിയമസഭാ കക്ഷി യോഗത്തിലും അതല്ലെങ്കിൽ ഒരുമിച്ച് കാണലിലും സംഭവിക്കാൻ പോവുക അത് ഈ MLA-മാർക്ക് ആശംസകളടക്കമുള്ള കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ഈ മുഖ്യമന്ത്രി ആര് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നതിലെ സാങ്കേതികമായ നടപടിക്രമങ്ങൾ AICC നിരീക്ഷകർ അവിടെ വിവരിക്കും. അതിനുശേഷം ഒറ്റ വരിയിലൊരു പ്രമേയം അത് ഹൈക്കമാൻഡിന് വിടുന്നു ആ തീരുമാനം എന്നുള്ള പറഞ്ഞുകൊണ്ട് പാസ്സാക്കാനാണ് സാധ്യത. പക്ഷേ അതിനുശേഷം ഒറ്റയ്ക്ക് കാണുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനമായി മാറുക എന്നുള്ളത് വളരെ കാര്യമായ ഒരു കാര്യമാണ്. കാരണം KC വേണുഗോപാൽ പക്ഷം ഇപ്പോഴും പറയുന്നത് കൂടുതൽ MLA-മാരുടെ പിന്തുണ തങ്ങൾക്കാണ് എന്നുള്ളതാണ്. പക്ഷേ VD സതീശൻ പറയുന്നത് ഏതെങ്കിലും തരത്തിൽ ദീപദാസ് മുൻഷിയുടെ സാന്നിധ്യത്തിലല്ലാതെ AICC നിരീക്ഷകർ ഒറ്റയ്ക്കൊറ്റയ്ക്കായി MLA-മാരെ കാണുമ്പോൾ അതിൽ കുറച്ചുപേരെങ്കിലും VD സതീശൻ അനുകൂലമായ രീതിയിൽ നിലപാടെടുക്കും, സ്റ്റാൻഡ് പറയുമെന്നുള്ളതും അവർ വാദിക്കുന്നു. അതേസമയം രമേശ് ചെന്നിത്തലയാകട്ടെ MLA-മാരുടെ പിന്തുണ തനിക്കുണ്ട്, മാത്രമല്ല സീനിയോറിറ്റി അടക്കമുള്ള കാര്യങ്ങൾ ഈ വിഷയത്തിൽ പരിഗണിക്കണം, കേരളത്തിൽ പ്രവർത്തിച്ച സീനിയോറിറ്റി കൃത്യമായി പരിഗണിച്ച് വേണം ആ തീരുമാനത്തിലേക്ക് എത്താൻ എന്നുള്ള കാര്യം അത് രമേശ് ചെന്നിത്തല പക്ഷവും പറയുന്നുണ്ട്. ഏതായാലും നിർണായകമാണ്. മാത്രവുമല്ല ഇവിടുന്ന് പോകുന്ന AICC നിരീക്ഷകർ രാഹുൽ ഗാന്ധിക്ക് അടക്കം നൽകുന്ന റിപ്പോർട്ട് ഇക്കാര്യത്തിൽ ഗൗരവമായി മാറും, അതല്ലെങ്കിൽ ഈ പ്രോസസ്സിന്റെ മുന്നോട്ടുള്ള കാര്യത്തിൽ ഗൗരവമായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഏതായാലും 10:30-ക്ക് നിർണായകമായ നിയമസഭാ കക്ഷി യോഗം ചേരും. മാത്രമല്ല VD പക്ഷം പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഏതെങ്കിലും തരത്തിൽ സാങ്കേതികമായിട്ടുള്ള നമ്പറുകൾ, MLA-മാരുടെ പിന്തുണ ഉള്ള നമ്പറുകൾ മാത്രം പരിഗണിച്ചാൽ പോരാ, കേരളത്തിലെ പ്രവൃത്തി പരിചയം, ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ച മുഖം, അതേപോലെ തന്നെ ജനകീയത, ജനങ്ങൾക്കിടയിലെ സ്വീകാര്യത, പ്രവർത്തകർക്കിടയിലെ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്ന അവരുടെ ആവേശമടക്കമുള്ള കാര്യങ്ങൾ അത് പരിഗണിച്ചുകൊണ്ട് സാങ്കേതികമായ നമ്പറുകൾക്കപ്പുറത്തേക്ക് കേരളത്തിന്റെ പുതിയ സാഹചര്യം, മുന്നോട്ടുള്ള പോക്കടക്കമുള്ള കാര്യങ്ങൾ പരിഗണിക്കണമെന്ന് VD പക്ഷം പറയുന്നുണ്ട്. രമേശ് ചെന്നിത്തല പക്ഷവും സമാനമായ രീതിയിൽ തന്നെയാണ് ആവശ്യങ്ങൾ ഉയർത്തുക. ഏതായാലും ഇവിടെ നിന്ന് പോകുമ്പോൾ MLA-മാരുടെ പിന്തുണ അത് സാങ്കേതികമായ ഒരു പക്ഷേ എണ്ണം കൂടുതൽ KCക്കായിരിക്കാം. അങ്ങനെയാണെങ്കിൽ രാഹുൽ ഗാന്ധി അവിടേക്ക് എത്തിയ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം രാഹുൽ ഗാന്ധി എടുക്കുന്ന തീരുമാനം നിർണായകമായി മാറുകയും ചെയ്യും. താങ്ക് യു. ഇനി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ ചേരുന്നു. ദിലീപ് കുമാർ, പറയൂ. ഗുഡ് മോർണിംഗ്. ആരാകും അടുത്ത കേരള മുഖ്യമന്ത്രി എന്ന ആകാംക്ഷയുടെ മുൾമുനയിലാണ് കേരളം. അതിനൊരു ഉത്തരം കണ്ടെത്തുന്നതിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയാവുക. അതിൻ്റെ ആദ്യ ഘട്ടം എന്ന നിലയിലാണ് AICC നിരീക്ഷകരായ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും MLA-മാരുടെയും സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെയും അഭിപ്രായം തേടുന്നത്. രാവിലെ 10:30-ക്കാണ് കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം ചേരുക. നിയമസഭാ കക്ഷി യോഗത്തിൽ ഏതായാലും നേരത്തെ ഷഫീദ് പറഞ്ഞതുപോലെ MLA-മാരുടെ മനസ്സിലിരിപ്പ് തേടില്ല. പിന്നീടായിരിക്കും ഈ MLA-മാരെ ഒറ്റയ്ക്കൊറ്റയ്ക്കായി AICC നിരീക്ഷകർ കാണുക. ഇന്നലെ AK ആന്റണിയുമായും MM ഹസനുമായും, KPCCയുടെ മുൻ അധ്യക്ഷൻ എന്ന നിലയിൽ MM ഹസനുമായും AICC നിരീക്ഷകർ ചർച്ച നടത്തിയിരുന്നു. അവരുടെ മനസ്സിലിരിപ്പ് ഇക്കാര്യത്തിൽ അതിലേറ്റവും പ്രധാനമായിട്ടുള്ളത് AK ആന്റണിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നതാണ്. അത് ഈ തീരുമാനമെടുക്കുന്നതിൽ നിർണായകമാകും. ഈ MLA-മാരെ കാണുമ്പോൾ AICC ജനറൽ സെക്രട്ടറി, കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയാണ്. ദീപാദാസ് മുൻഷി
ദീപാദാസ് മുൻഷിയുടെ സാന്നിധ്യം ഈ MLA-മാരുടെ മനസ്സിലിരിപ്പ് അറിയുന്ന വേളയിൽ ഉണ്ടാകരുത് എന്ന ആവശ്യം വി.ഡി. സതീശൻ വിഭാഗം ശക്തമായി തന്നെ ഉന്നയിക്കും. ദീപാദാസ് മുൻഷി ഇരുത്തിക്കൊണ്ടാകരുത് MLA-മാരുടെ ഇംഗിതം തേടേണ്ടത് എന്നതാകും പ്രധാനമായും വി.ഡി. സതീശൻ പക്ഷം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. അജയ് മാക്കനും മുകുൾ വാസ്നിക്കും MLA-മാരെ കാണട്ടെ, അവരുടെ അഭിപ്രായം തേടട്ടെ. ഇതിൽ ദീപാദാസ് മുൻഷി ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനത്തിന് കാരണമാകും എന്ന നിലപാടാണ് വി.ഡി. സതീശൻ വിഭാഗം സ്വീകരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം തേടലാണ് AICC നിരീക്ഷകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നതെങ്കിൽ 35ഓളം MLA-മാർ വി.ഡി. സതീശനെ പിന്തുണയ്ക്കുമെന്ന കണക്കുകൂട്ടലിലാണ് അവരുള്ളത്. അതേസമയം KC വേണുഗോപാൽ ആകട്ടെ AICC ജനറൽ സെക്രട്ടറിയാണ്. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡുമായി വളരെ അടുപ്പം കാത്തു സൂക്ഷിക്കുന്നയാളാണ്. KC വേണുഗോപാലിനൊപ്പം ഇപ്പോൾ നിലവിൽ 52 MLA-മാരുണ്ടെന്നാണ് KC പക്ഷം കണക്കുകൂട്ടുന്നത്. രമേശ് ചെന്നിത്തല വിഭാഗമാകട്ടെ അത് പരിചയസമ്പന്നതയും അതോടൊപ്പം തന്നെ സീനിയോറിറ്റിയും മാനദണ്ഡമാക്കണം. ഉമ്മൻചാണ്ടിക്ക് ശേഷം രമേശ് ചെന്നിത്തല എന്നതായിരിക്കണം കീഴ്വഴക്കം എന്നതായിരിക്കണം ഒരു പിന്തുടരേണ്ട രീതി എന്നതാണ് രമേശ് ചെന്നിത്തല വിഭാഗം ഉന്നയിക്കുന്നത്. 2011 ഉമ്മൻചാണ്ടിക്കായി ഒരു എതിർപ്പും കൂടാതെ മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞു നൽകിയത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു മത്സരം വേണ്ട എന്ന് നിശ്ചയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. പിന്നീട് 2021 പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുത്തപ്പോഴും വി.ഡി. സതീശനെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തന്നെ MLA-മാരുടെ അഭിപ്രായം അങ്ങനെയാണ് എന്ന് പറഞ്ഞ് കോൺഗ്രസ് ഹൈക്കമാൻഡ് ഒരു നിർദ്ദേശം വെച്ചപ്പോഴും ഒരു എതിർപ്പും കാട്ടിയിരുന്നില്ല. അതുകൊണ്ട് ഹൈക്കമാൻഡിൻ്റെ നിലപാടിനൊപ്പം നിന്ന രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം നൽകണം. 25ഓളം MLA-മാർ ഒപ്പമുണ്ടാകും എന്ന കണക്കുകൂട്ടൽ രമേശ് ചെന്നിത്തല വിഭാഗത്തിനുമുണ്ട്. ഇങ്ങനെ 3 വിഭാഗവും അവരുടെ കണക്കുകൂട്ടലുമായി മുന്നോട്ട് പോവുകയാണ്. ആവശ്യമെങ്കിൽ സംസ്ഥാനത്തെ MP-മാരുടെ അഭിപ്രായം തേടിയേക്കും. അങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് എത്തുകയാണെങ്കിൽ ശശി തരൂർ അടക്കമുള്ള MP-മാർ വി.ഡി. സതീശനെ പിന്തുണയ്ക്കും എന്ന ഒരു കണക്കുകൂട്ടൽ വി.ഡി. സതീശൻ വിഭാഗത്തിനുണ്ട്. സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുടെ അതായത് മുൻ KPCC പ്രസിഡന്റുമാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും ഒക്കെ അഭിപ്രായം AICC നിരീക്ഷകർ തേടിയേക്കും. അതിനുശേഷം അവർ ഡൽഹിയിൽ ഹൈക്കമാൻഡിന് കേരളത്തിലെ ഈ MLA-മാരുടെയും നേതാക്കളുടെയും മനസ്സിലിരിപ്പ് സംബന്ധിച്ച റിപ്പോർട്ട് കൈമാറും. ആ റിപ്പോർട്ടിന് ശേഷം ആ റിപ്പോർട്ട് ഹൈക്കമാൻഡിന് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ KC വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെയും ചർച്ച നടത്തും. കാരണം ഒരാളെയാണല്ലോ മുഖ്യമന്ത്രിയായി തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട് ആ സാഹചര്യത്തിൽ മറ്റു 2 പേരെ അനുനയിപ്പിക്കുക എന്ന ദൗത്യം കൂടിയായിരിക്കും ഈ കൂടിക്കാഴ്ചയുടെ പ്രധാന ലക്ഷ്യം. ആ കൂടിക്കാഴ്ചയിലും സമവായമായില്ല. 3 പേരും നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ സോണിയാഗാന്ധിയെ തന്നെ ഈ വിഷയത്തിൽ ഇടപെടിക്കുന്നതിനാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ആലോചിക്കുന്നത്. ഏതായാലും ഞായറാഴ്ചയോടുകൂടി കേരള മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുക എന്ന നിലയിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ കാര്യങ്ങൾ നീങ്ങുന്നത്. SK. ഓക്കെ, താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.